ഹാങ്ങിങ് പ്ലാന്റ് ആയത്. ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും. ഇത് സൂപ്പർ എയർലിയാണ്. ഇത് 2 വർഷം കൊണ്ട് ചക്ക കായ്ക്കുമെന്നാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്. അക്പൂർ ഓറഞ്ചാണ്. ഇപ്പം പൂ വന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അടിമാലി മച്ചിപ്ലാവ് മുതുപ്ലാക്കൽ നഴ്സറിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ ചെടിയുടെ കളക്ഷൻസൊക്കെ നമുക്ക് കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ബിജി ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം നഴ്സറികൾക്ക് വേണ്ടിയിട്ട് ഹോൾസെയിൽ റേറ്റിന് വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം. അപ്പോൾ നമുക്ക് പോയേക്കാം. നമസ്കാരം ചേട്ടായി. നമസ്കാരം. നമ്മുടെ ഗാർഡൻ ഇവിടെ പുതിയതായിട്ട് വന്നതല്ലേ? അതെ, ഞങ്ങളിപ്പം ഒരു 2 മാസമായുള്ളൂ തുടങ്ങിയിട്ട്. അതിന്റെ ഒരു പ്രാരംഭ വർക്കുകൾ, ഒരു റണ്ണിങ് ട്രയലാണ്. ഇപ്പം ശരിക്കും ഒരു നഴ്സറിയുടെ ഇതിലേക്ക് പറഞ്ഞാൽ അതിന് ഒരു 6 മാസം കൊണ്ട് എടുക്കും. കാലാവസ്ഥയും പിന്നെ കോവിഡിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം ഒരു 6 മാസം ഇപ്പൊ പുറകില്ല. ഇത് പൊതുവേ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്താ വെച്ചാൽ ഹൈ റേഞ്ചിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ പരിസരത്തുമുള്ള നഴ്സറി നടത്തുന്ന ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ്. നമ്മൾ ഹോൾസെയിൽ നഴ്സറി എന്ന് പറഞ്ഞാൽ ആയിരിക്കും നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 1 ഏക്കറോളം സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷനാണ്. അപ്പൊ നമ്മളത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ചെടികൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് ചെയ്ത് ചെറിയ നഴ്സറികൾക്കും വലിയ നഴ്സറികൾക്കും ഒക്കെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലും, ഇവിടെ വില കുറച്ച് കൊടുത്താൽ അവർക്കും അവരുടെ നഴ്സറിയിലും നിന്ന് പിഴയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിലുള്ള ഒരു ഹോൾസെയിൽ നഴ്സറിയാണ് ഇത്. ഓക്കെ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ? അതിനെപ്പറ്റി ഏകദേശം ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ചെടികളെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടുള്ളൊരു കളക്ഷൻസ് ആയിട്ടില്ല. പക്ഷെ നമ്മളൊരു 200ഓളം പുതിയ ബ്രാൻഡുകൾ നമ്മളിപ്പം അതിന്റെ പ്രാരംഭ ലെവലിലാണ്. നമുക്ക് സെയിൽസിന് ഇപ്പം ഒരു 150ഓളം വെറൈറ്റീസ് നമുക്കിപ്പം സെയിൽസിനുണ്ട്. അത് 10 രൂപ മുതൽ നമുക്ക് 400 രൂപ അല്ല 500 രൂപ വരെ വില വരുന്ന ചെടികൾ നമുക്കുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബിഗോണിയയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പം അവൈലബിൾ ആണ്. നമുക്ക് 2 വർഷമായിട്ട് നഴ്സറി ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ വേറൊരു പേരിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളതൊരു വലിയൊരു പ്രോജക്റ്റ് അടിമാലി മച്ചിപ്ലാവ് പള്ളിയുടെ ഭാഗത്തായിട്ട്, എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ പബ്ലിക് സ്കൂളിന്റെ അടുത്ത്. അതെ, ഈസ്റ്റേൺ പബ്ലിക് സ്കൂളിന്റെ അടുത്തായിട്ട് മച്ചിപ്ലാവ് പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആലുവ മൂന്നാർ ഹൈവേയുടെ സൈഡിലായിട്ട്. ഇപ്പൊ 2 മാസമല്ലേ തുടങ്ങിയിട്ട്? ഇപ്പൊ 2 മാസമായി. നമ്മള് 6 മാസത്തോളം നമുക്ക് താമസം വന്നു. മഴയല്ലായിരുന്നോ, പിന്നെ കോവിഡിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അടവൊക്കെ വന്നു. ഇപ്പൊ 2 മാസമായി നമ്മൾ പ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ട് നമ്മുടെ ചെടികൾ പൂർണ്ണമായിട്ടും അങ്ങ് ആയിട്ടില്ല. ഏകദേശം എത്രത്തോളം കളക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ? ഇപ്പം നമുക്കൊരു 400ഓളം ചെടികളാണ് നമുക്കിപ്പം നിലവിലിവിടെ ഉള്ളത്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്. കണ്ടിരുന്നു ഞാൻ അവിടെ പ്ലാവിൻ തൈകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തെങ്ങിൻ തൈകൾ നമുക്ക് ഗംഗാബോണ്ടം, മലേഷ്യൻ കുള്ളന്, D*T, പിന്നെ കുറ്റിയാടി, അങ്ങനെ എല്ലാ വെറൈറ്റീസും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കുള്ളൻ തെങ്ങുകളുടെ ഒരു ഗണത്തിൽപ്പെടുന്നതല്ലേ? കുള്ളൻ തെങ്ങെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള തെങ്ങുകൾക്ക് വലിയ തടിയും ഉയരവും ഒക്കെ ആയിട്ട് അതിന്റെ മടലുകൾ വലുതായിരിക്കും. കൂടുതൽ എനർജിയും ഈ ഒരു ആവശ്യത്തിനായിട്ട് തെങ്ങ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി അനുസരിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു സ്പീഷീസിലുള്ള സംഭവമാണ് ഈ മലേഷ്യൻ കുള്ളനും ഗംഗാബോണ്ടവും അങ്ങനെയുള്ള വെറൈറ്റീസ്. അതിന് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ട്. പിന്നെ ചെറിയ മടലുകളായിരിക്കും. അതുപോലെ തന്നെ തേങ്ങ വേഗത്തിൽ നമുക്കൊരു 3-ാം വർഷം ചൊട്ട വീഴും. പിന്നെ ഇതിന് നമ്മൾ ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസറൊക്കെ കറക്റ്റായിട്ട് കൊടുത്താലേ ഇത് ഈ പറയുന്ന പോലെ ഉണ്ടാകത്തുള്ളൂ. മാത്രം പോരാ, 2.5 വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. കായ്ക്കണമെങ്കിൽ നമ്മളൊരു 24 മാസം തുടർച്ചയായിട്ട് എല്ലാ മാസവും അതിന് വളവും പച്ചച്ചാണകവും അതുപോലെ മറ്റ്
വളങ്ങളൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ 2 മാസം കൂടുമ്പോൾ ഒരു മരുന്നടി ശരിക്കും മരുന്നടിക്കുകയൊക്കെ ചെയ്യണം. അത് ഏതായിട്ടോ ചേട്ടാ മരുന്നടിക്കുന്നത്? ഫംഗിസൈഡ് വരും, നെമറ്റിസൈഡ് വരും, വേരുപുഴു സംഭവങ്ങള് എല്ലാം ചെതല് അതിനെല്ലാം കൊടുക്കുവാണെങ്കിൽ മാത്രം തെങ്ങ് നമ്മളോട് 2.5 വർഷം നമുക്ക് സഹകരിക്കും. അതെ 2.5 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടും. വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മള് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്ലാവനം 2 വർഷം കൊണ്ട് ചക്ക കായ്ക്കുന്ന പ്ലാവനമുണ്ട്. സാധാരണ ഒരു പ്ലാവ് കായ്ക്കണ എത്ര വർഷം? ഇല്ല, അതിപ്പം വർഷങ്ങളായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മളത് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ഓറഞ്ച് ഇനം, അപ്പൊ നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോ കടകളിലും വാഹനത്തിലൊക്കെ വന്ന് സപ്ലൈ ചെയ്യുന്ന ടൈപ്പ് നാഗ്പൂർ ഓറഞ്ച് നമുക്ക് വലിയൊരു ശേഖരമുണ്ട്. അതുപോലെ തന്നെ നാരകത്തിന്റെ ലൈം, ലെമണ് അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്. അതുപോലെ തന്നെ ഗാർഡൻ സെറ്റിങ്ങിന് വേണ്ടുന്ന ചെടികൾ യൂജീനിയ, സൈപ്രസ്, മെലസ്റ്റോമ അങ്ങനെയുള്ളതിന്റെ പ്രൊഡക്ഷൻ നമുക്കുണ്ട്. അതുപോലെ ഓർണമെന്റ്സ്, ഇപ്പം പൂച്ചെടികൾ വിവിധനം എല്ലാം കൂടെ നമുക്കൊരു 400ഓളം വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത്. 1500ഓളം വെറൈറ്റീസ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ. അപ്പോൾ നമ്മൾ 10 മണിച്ചെടിയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ബോൾസ് ഐറ്റം എത്ര കളറുണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്? 10 മണി നമുക്കൊരു 25-30 വെറൈറ്റീസ് ആണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിൽപ്പനയ്ക്ക് തയ്യാറായേക്കുന്നത്. പൂക്കളായി വലിയ ചെടികളാണ് അത് വിൽപ്പന. നമ്മള് 10 രൂപയ്ക്ക്, കാരണം 1 ഏക്കറിലാണ് നമ്മളൊരു നഴ്സറി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ചെറുകിട വൻകിട നഴ്സറികൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാന്നുള്ള മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് അത് തൃശ്ശൂരിൽ പോയി കളക്ട് ചെയ്യും ആൾക്കാർ. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. വലിയ ഷോപ്പിംഗ് നടത്തിയാലേ അവർക്ക് ആ വണ്ടിക്കൂലി മുതലാവുള്ളൂ. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് വരും. ഈ എടുക്കുന്ന ചെടികൾ മുഴുവൻ വിറ്റ് പോകണമെന്നില്ല. ഇപ്പം നമുക്കിവിടെ അടുത്ത് ഇപ്പം ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാർക്കും എറണാകുളം ജില്ലയുടെ ഒരു നല്ലൊരു ഏരിയയിലും ചെറിയ ദൂരത്ത് വന്ന് ഇത് കളക്ട് ചെയ്ത് പോകാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലേ ഓരോ സ്ഥലത്ത്? നമ്മളത് ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറിയാണ്. നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷൻ പോയിന്റ് അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അവർ വന്നൊന്ന് സെലക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ. അപ്പൊ ഇനിയിപ്പോ ബാംഗ്ലൂരിൽ നിന്നോ അങ്ങനെയൊന്നും പോകണ്ട, തൃശ്ശൂർ പോയി എടുക്കുകയും വേണ്ട, നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? തൃശ്ശൂരിൽ നിന്ന് എടുക്കാം, ബാംഗ്ലൂരിൽ പോകേണ്ടവർക്ക് പോവുകയും ചെയ്യാം. നമ്മളെ മെഗാ ഷോപ്പിംഗ് നമ്മൾ ചെറുകിട ഒരു ഹോം നഴ്സറി നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്വയം തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ബഡ്ജറ്റിൽ ഷോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ, ബൾക്കായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം സാധാരണക്കാരായിട്ടുള്ള ചെറുകിട നഴ്സറിക്കാരെ ഒക്കെയാണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു 25 അല്ലെ 30 വെറൈറ്റീസ് മതി. അവർക്ക് ഒരു 3000 രൂപയുടെ ബഡ്ജറ്റ് ആയിരിക്കും ഷോപ്പിംഗ്. നമ്മൾ ആ ചെടി അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 25-30 വെറൈറ്റി ചെടികൾ നിസ്സാരം 2500-3000 രൂപയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെറിയൊരു ഹോം നഴ്സറി അനുഭവിച്ചെടുക്കാമല്ലേ? ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പം തൊഴിൽ നഷ്ടവും ബിസിനസ് നഷ്ടവും ഒക്കെ വന്ന് വീട്ടിൽ ഒരുപാട് സമയം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും എന്താ ഒരു വരുമാന മാർഗം ഒന്ന് ആലോചിക്കും. ഞാനും ഈ കോവിഡിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഞങ്ങൾക്കും ഞങ്ങളുടേതായ ബിസിനസ്സുകളെല്ലാം അത് മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു വീട്ടിൽ തന്നെ ഒരു നഴ്സറി, വീട്ടിലൊരു ചെടി വളർത്തലും അങ്ങനെയുള്ള ഒരു കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അതൊരു വരുമാന മാർഗത്തിലേക്ക് മാറ്റി. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മളൊരു ചെറിയ നഴ്സറി നടത്തുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നോട്ട് പോകണമെന്ന് ഒരു ആഗ്രഹം വന്നു. വേറെ ജോലികളും ബിസിനസ്സുകളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 1 ഏക്കറോളം സ്ഥലം ഞങ്ങൾ സമാധാനപരമായ ഒരു ബിസിനസ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വളരെ മാനസികമായിട്ടൊരു ടെൻഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഒക്കെ കുറവ് വരുമ്പോൾ ടെൻഷൻ, നമ്മുടെ വരുമാനം നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെങ്കിൽ ഇതിനകത്ത് ഈ ഗ്രോത്ത് അല്ലേ എപ്പോഴും, ഗ്രോത്തും ഫ്ലവറിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒത്തിരി ടെൻഷൻ കുറവുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം, ഇപ്പൊ ഒരു 400ഓളം പുതിയ നഴ്സറികൾ കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ഒരു തൊഴിൽ വരുമാന മാർഗമാണ്. പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അവർ എല്ലാവരും ചിലപ്പോൾ സ്റ്റക്കപ്പ് ആയിട്ടിരിക്കുമായിരിക്കും. അതിന്റെ കാരണം അവർക്ക് വലിയൊരു പർച്ചേസ് വീണ്ടും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതിനുള്ള സെയിൽസ് ഇല്ല, അല്ലെ എടുത്ത ചെടികൾ മുഴുവൻ വിറ്റ് പോകുന്നില്ല. ഇങ്ങനെയുള്ള ചില സാങ്കേതിക തടസ്സം. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നഴ്സറിക്ക് ഒരു ചെറിയൊരു പർച്ചേസ്, ഒരു മാസത്തേക്കുള്ളൊരു പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു 10000 രൂപ മതി. അവർക്ക് ഒരു 40 വെറൈറ്റി ചെടികൾ കൊണ്ടുപോകാം. അത് അവർക്ക് ഉറപ്പായിട്ടും ഒരു മാന്യമായ ഒരു റെമ്യൂണറേഷൻ ഒരു മാസം വളരെ ഗ്യാരണ്ടി. അതെ, തീർത്തും സന്തോഷകരമായ ഒരു കാര്യമാണത്.
ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്ന് എടുത്തു തുടങ്ങി. അതെ, അത് ഞാൻ പറയുന്നത് ഇപ്പം ലോകത്തുള്ള മുഴുവൻ നഴ്സറിക്കാരും എന്റെ അടുത്ത് വരുമോന്നോ അല്ല വരുന്നുണ്ടോന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യക്കാർ കുറച്ച് ആൾക്കാർ സഹകരിച്ച് തുടങ്ങി, അവർക്ക് അതിന്റെ നേട്ടമുണ്ട്. ഒന്ന് നമ്മൾ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നു, പിന്നെ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഈ നഴ്സറി ഫീൽഡുമായിട്ട്? നഴ്സറി ഫീൽഡുമായിട്ട് ഇപ്പൊ നഴ്സറി ബിസിനസ് ആയിട്ട് ഇപ്പൊ 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇതിനകത്ത് നിന്ന് ഇനി ഒരു 50 വർഷം കഴിഞ്ഞാലും ഞാൻ വിട്ടുപോകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ തന്നെ ഇപ്പൊ 1 ഏക്കറോളം സ്ഥലം എടുത്ത് മെയിൻ റോഡിൽ നമ്മളിപ്പോ ഇത് തുടങ്ങിയേക്കുക. അപ്പൊ 2 വർഷം കൊണ്ട് ഇതൊരു എക്സ്ട്രീം ലെവലിലുള്ള വലിയ എല്ലാ ടൈപ്പ് പ്ലാന്റുകളും, ഇപ്പൊ 40 അടി ഉയരമുള്ള മരങ്ങൾ വരെ നമ്മൾ വേണേൽ ഇവിടെ വിൽക്കും. ആ രീതിയിൽ ഒരു നഴ്സറിയാണ് എൻ്റെ സ്വപ്നം. അപ്പൊ ഈ നഴ്സറി ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചേട്ടൻ്റെ ജോലി? ഞാൻ ഇതിന് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ IIT നീറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, CBSE സ്കൂളുകൾ ബേസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റഡ് ബാച്ചുകൾ ചെയ്യുമായിരുന്നു. കോവിഡ് വന്ന ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ചെടികളുമായിട്ട് അങ്ങോട്ട് ഒരു കളക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ട് വന്നില്ല. അതെ അതെ, ഇതിനു മുമ്പ് ഒരു സ്പോർട്സ് അത്ലറ്റിക് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അത്ലറ്റിക്സ് ഒക്കെ സ്കൂൾ കോളേജ് സമയത്തൊക്കെ അത്യാവശ്യം സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഇതൊന്നും സ്വപ്നത്തിൽ ഒരു ദിവസം കൊണ്ട് 8 മണിക്കൂറും കൊണ്ട് ഒരു ഡിസിഷൻ എടുത്ത് ഒരു നഴ്സറി തുടങ്ങിയ ആളാണ്. കയ്യിലുള്ള ഐറ്റങ്ങൾ വെച്ച് അല്ല, നേരത്തെ ഒരു നഴ്സറി കോവിഡ് കാരണം നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പൊ അത് എന്റെ സഹോദരന്റെയാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ചെടിയൊക്കെ ഇഷ്ടമാണല്ലോ, നീ അതിലൊന്ന് ശ്രമിക്ക്, നിനക്ക് വിജയിക്കാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒന്നും ആലോചിക്കാതെ പിറ്റേ ദിവസം തന്നെ അതിലേക്ക് പോവുകയും അവിടുത്തെ വർക്കുകൾ മനസ്സിലാക്കുകയും 6-7 മാസം 1 വർഷത്തോളം ഇതിന്റെ ബാലപാഠങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഒക്കെ സഹിച്ച് നമ്മളത് അതിജീവിച്ചു. ഇപ്പം നമുക്ക് ഇത്രയും വലിയൊരു നഴ്സറി എടുത്ത് ചെയ്യാനുള്ളൊരു ദൈവം അനുഗ്രഹിച്ച് ഒരു തോന്നൽ കിട്ടി. ഇപ്പം പൊതുവേ ഒരു മടുപ്പ് സമയമാണ്. എല്ലാ ചെടികളോടും ആൾക്കാർക്ക് മടുപ്പായി. ഇപ്പം ബിഗോണിയ ഐറ്റംസിന്റെ പുറകെയായിരുന്നു ആൾക്കാർ. ഇപ്പം അത് ഒന്ന് കുറഞ്ഞു, മറ്റു വെറൈറ്റീസിലേക്ക് പോകുന്നുണ്ട്. എന്നാലും ഇത് ഒരു ചെടി മേടിച്ച് വളർത്തുവാണെങ്കിൽ ആ ചെടിയുടെ ഗ്രോത്ത് കണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അടുത്ത പ്രാവശ്യം വന്ന ഒരു ചെടി കൂടെ ചിലപ്പോൾ മേടിച്ചേക്കാം. അങ്ങനെ 1 വർഷം 2 വർഷം ഇതിന്റെ പുറകെ പോകുന്ന ഒരാളുടെ വീട്ടിൽ വലിയൊരു ഹോം നഴ്സറി ആയിട്ട് മാറും. അവിടെ ഒരു ബിസിനസ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് അത് വിൽക്കാം, അതിനകത്തുനിന്ന് വരുമാനമാണ്. അതെ, അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഓരോ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആയിക്കോട്ടെ. ഇത് ബിഗോണിയാണ്, ബിഗോണിയുടെ ഒരു വെറൈറ്റി. ഇത് 200 രൂപയുള്ളൂ. ഇത് വലിയൊരു പോട്ടിൽ വെച്ച് വീടിനകത്തോട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു ചെടിയാണ്. ഒരു മദർ പ്ലാന്റ് പോലെ ഒരെണ്ണമാണ്. 200 രൂപയുള്ളൂ. ഇതിന്റെ പൂക്കൾ ഉണ്ടാവും. പൂക്കളുണ്ടാവും. പൂക്കളിനേക്കാൾ ഇതിന്റെ ഇലയാണ്. അതാണ് ഇലയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എത്ര മാസം എടുക്കും ഫ്ലവർ ചെയ്യാൻ? ഫ്ലവർ ഇപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞോളൂ. വർഷത്തിൽ ഏത് സമയം ഫുൾ ടൈം പൂ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ പൂ ഉണ്ടെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കും. ഇതിന്റെ ഇലയാണ് ഇതിന്റെ ഹൈലൈറ്റ്. പൂ ഒടിച്ചു കളയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. വലിയൊരു അട്രാക്ഷൻ ഒന്നുമല്ല. ഇനി മറ്റ് ഐറ്റം പരിചയപ്പെടാം. അപ്പോൾ 1-2 ഐറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇനി ഹൈലൈറ്റ് ആയിട്ട് വെക്കുന്നത് ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമ്മൾ 200 രൂപയാണ്. 200 രൂപ ചട്ടി ഉൾപ്പെടെ. ബൾക്കായിട്ട് ഓർഡർ കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും അല്ലേ? ഇതുണ്ടോ? ഇതും 200 രൂപയുടെ ഒരു ചെടിയാണ്. ഇതിനകത്തുനിന്ന് നമുക്കൊരു 20 തൈ കിട്ടും. ഇപ്പൊ ഒരാൾ എടുത്തിട്ട് ഇത് പകർത്തുവാണെങ്കിൽ 20 തൈ ഇതിനകത്തുണ്ട്. ഇത് ബിഗോണിയുടെ ആണോ? ബിഗോണിയുടെ. ഓക്കെ, കളക്ഷൻസ് ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് വെയിലിന്റെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ്, ഷെഡിന്റെ ഒക്കെ വർക്ക് നടക്കുക. അപ്പൊ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ബിഗോണിയൊക്കെ ഞങ്ങൾ വേറൊരിടത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഒരു 2500ഓളം ബിഗോണിയ തൈകൾ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇത് നമ്മുടെ ബോൾസ് ഐറ്റം അല്ലേ? കൊള്ളാം. ഇത് ബോൾസിന്റെ ഇത് നമ്മൾ 30 രൂപയാണ് നമ്മുടെ റേറ്റ്. ഹോൾസെയിൽ പ്രൈസ്. എത്ര കളർ ഉണ്ട് ഏകദേശം? ഇതിൽ ഒരു 15 കളർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നീട് നമുക്കുള്ളത് ഇത് നമ്മൾ 100 രൂപയ്ക്കാ ഹോൾസെയിൽ. വൈറ്റും അതുപോലെ തന്നെ പിങ്ക്, ബേബി പിങ്ക്, റെഡ്, ഇതിന്റെ 7 കളറുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലവർ അയക്കുന്നത് ഒരു 5-6 വെറൈറ്റീസ്. ഇപ്പം 7 കളറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഓക്കെ.
ബിഗോണിയയുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയത്. ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും. ഇത് കുറച്ചുകൂടെ നല്ലൊരു പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് 250 രൂപയാണ് നമ്മുടെ റേറ്റ്. ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് 50 രൂപ മുതൽ അവൈലബിളാണ് ബിഗോണിയയുടെ. ഇത് ബോഗൺവില്ലയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്, ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് മൾട്ടി വേരിയേറ്റഡ് ലീഫാണ്. ഇത് വന്നിട്ട് 400 രൂപയാണ് നമ്മുടെ റേറ്റ്. ഇത് CC പ്ലാന്റ് ആണേ. ഇത് നമുക്ക് 600 രൂപ വിലയൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. നമ്മളിത് 400 രൂപയാണ് കൊടുക്കുന്നത്. ഇതൊരു മദർ പ്ലാന്റ് പോലെയുള്ള ഒരു നന്നായിട്ട് വളർന്നിട്ടുള്ളൊരു ചെടിയാണ്. ഇത് പീലിയ ഇനത്തിൽപ്പെട്ട ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് നമ്മൾ 30 രൂപയാണ് നമ്മുടെ റേറ്റ്. 10 മണി ഇത് 10 രൂപ. ടേബിൾ റോസ് ഇതുപോലെ 25 വെറൈറ്റീസ് ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. ഇത് 2 വർഷം കൊണ്ട് ചക്ക കായ്ക്കുമെന്നാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഇത് നാഗ്പൂർ ഓറഞ്ചാണ്. ഇപ്പം പൂ വന്നു തുടങ്ങി, ഇപ്പോൾ കായ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് കായ നമുക്ക് പറിക്കാം, അതുപോലത്തെ ഒരു ലെവലിലാണ്. ഇത് ഗംഗാബോണ്ടം തെങ്ങും തൈ. അതുപോലെ തന്നെ ആ സൈഡിലുള്ളത് മലേഷ്യൻ കുള്ളനാണ്. ഇത് 2.5 വർഷം കഴിയുമ്പം, അതായത് 30 മാസം കൊണ്ട് ഇതിന് ചൊട്ട വീഴാൻ തുടങ്ങും. ഏകദേശം ഒരു 36 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് തേങ്ങ പറിക്കാവുന്ന രീതിയിൽ ഒരു വളർച്ചയുള്ള ഒരു ബ്രീഡാണ്. ഇത് നമ്മുടെ ഫ്ലവറിങ് ഏരിയയാണ്. ഇത് നമ്മൾ 10 രൂപ മുതൽ വരുന്ന ചെടികളാണ് ഇതിനകത്ത് ഉള്ളത്. ഐറ്റംസ് ഇത് ടേബിൾ റോസ് ഉണ്ട്, കോളീസ്, ബോൾസ്, അതുപോലെ തന്നെ ചീര ഇനത്തിൽപ്പെട്ട ബോർഡർ ചീര, അതുപോലെ തന്നെ കോളീസിൻ്റെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. അവിടെ ഒരു 40ഓളം വെറൈറ്റി കോളീസ് ചെടികളുണ്ട്. കോളീസ് ഇനത്തിൽപ്പെട്ടതാണ്. ഇത് 10 രൂപയാണ് നമ്മുടെ റേറ്റ്. ഇത് ടൊറിനോ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ്. ഹാങ്ങിങ് ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് വളരെ ഒരു വലിയ ചെടിയാവും. ഇതിൻ്റെ വില 10 രൂപയാണ്. ഇത് ഗോൾഡൻ സൈപ്രസ് ആണ്. അതുപോലെ ഇത് റംബുട്ടാൻ ഇനത്തിൽപ്പെട്ടതാണ്. റംബുട്ടാൻ, അതുപോലെ ലൈമുണ്ട്, സീഡ്ലെസ് ലൈമാണ്. ഇത് സീഡ്ലെസ് ലൈമ്. സീഡ്ലെസ് കുരുവില്ലല്ലേ? കുരുവില്ലാത്ത. ഇന്ന് നമ്മൾ മുതുപ്ലാക്കൽ നഴ്സറിയിലാണ് വന്നത്, അടിമാലിയിൽ. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് ആ ചേട്ടായി പറഞ്ഞു തന്നു, നമ്മുടെ ബിജി ചേട്ടായി. അപ്പോൾ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യണമെന്നുണ്ട്, ഇവിടുത്തെ ഓരോ ഐറ്റങ്ങൾ എടുത്ത് കാണിച്ചു തരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് ചെടികൾ നിങ്ങൾക്ക് കിട്ടും, നഴ്സറി ആരംഭിക്കാനും പറ്റും. അപ്പോൾ ചേട്ടായി പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റേറ്റിന് നമുക്ക് ഒരു ഹോം നഴ്സറി തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 25,000 രൂപ നമുക്ക് മുതൽ മുടക്കാൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു നഴ്സറി നമുക്ക് വീട്ടിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ചേട്ടായുടെ ഉദ്ദേശം വെച്ച് എല്ലാ നഴ്സറികളെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ചെറുകിടമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബിസിനസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ട്. ഇപ്പം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായി പോയത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഏകദേശം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് വരുന്ന വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പരിപാലനം, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ചെടി നട്ടു മുളപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വളപ്രയോഗങ്ങൾ, ഇതൊക്കെ ചേട്ടായി അറിയാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. പുള്ളിക്കാരൻ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരും, നനയ്ക്കേണ്ട വിധം ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.